ഹലോ, വെൽക്കം ടു മോംസ് റൂട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ മുഹറം 10-ൻ്റെ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കുക. അന്നത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വീഡിയോ കണ്ടുനോക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാതെ പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കുക. പിന്നെ നമ്മളിതാ രാവിലെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് നോമ്പാണ്. എനിക്കുണ്ട്, മോനക്കും മോൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മാക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കൊടുത്ത് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം കിച്ചണിൽ നിന്ന് ഇറങ്ങി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ മോനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ പോണ സമയത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുടയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇന്ന് വെയിലുള്ള ദിവസമാണെന്ന് ഇങ്ങനെ തോന്നിയിട്ടാ. നല്ലൊരു വെയിൽ തോന്നി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോവാണ്. പോകുമ്പോൾ ഞാൻ കുറച്ച് പോകുന്നുണ്ടെങ്കിലും വരുമ്പോൾ ഞാൻ നല്ല സ്പീഡിലായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കുട എടുക്കാതെ പോണത്. പക്ഷേ ഇതാ അവനെ ബസ് കയറ്റിയപ്പോഴേക്കും നല്ല മഴ പെയ്ത്. രാവിലെ നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ലൊരു മഴയും കൂടിയും പെയ്തിട്ടാ. പിന്നെ കുറച്ച് നനയൊക്കെ ചെയ്തിട്ടാണ് വീട്ടിലെത്തിയിട്ടുള്ളത്. ഇനി എന്തായാലും വേഗം കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ചോറ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോറ് വെച്ചിട്ടുള്ളൂ, ഉമ്മാക്കുള്ളത് മാത്രം. അപ്പോൾ ഇന്ന് കറി നമ്മൾ വൈകുന്നേരത്തിനും കൂടിയായിട്ടൊരു കറിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയുള്ളിൻ്റെ പകുതി, പിന്നെ ഒരു 3 പച്ചമുളക് കീറിയതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ കറിയാണ്. അപ്പോൾ ചെമ്മീൻ മസാലക്കറി. പിന്നെ അതിലേക്ക് ആ ഒരു വലിയുള്ളി ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പാത്രം കുറച്ച് എങ്ങനെ പണിയെടുക്കുക എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു വലിയ പാത്രം എടുക്കുക, അതിൻ്റെ 2 പാത്രം എടുത്തിട്ട് ഒന്ന് വേസ്റ്റ് ഇടാനും ഒന്ന് കട്ട് ചെയ്ത് വെക്കാനും എടുത്താലും മതി. അപ്പോൾ അത്രേ പരക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടാൽ. അപ്പോൾ അത് ചെമ്മീൻ മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമുള്ളത്. തേങ്ങ അരച്ചിട്ട് കറി വെക്കണേക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ്. പൊടികളൊന്ന് മൂത്ത് വന്നതിന് ശേഷം ചെമ്മീൻ ഞാൻ ഇന്നലെ നന്നാക്കിയിട്ട് കഴുകിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് കുറച്ച് നേരം മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് അപ്പോഴൊക്കെ സിമ്മിലിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ നന്നായിട്ട് പൊടികളും ചെമ്മീനൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ഒരു ഹാഫ് വേവ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ വെണ്ട കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. കുറച്ച് നേരം ഒന്നാകുമ്പോഴേക്കും വെണ്ടയും വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ കറി സെറ്റായി. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയുണ്ട്. ചോറുക്കും എല്ലാത്തക്കും നമുക്ക് യൂസ് ആക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കറി ഇട്ടാൽ വെണ്ട ഇടുന്നതാണ് ഇവിടെ ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇനിയൊന്ന് അടിച്ചു വരാനും ഒക്കെ ഉണ്ട്. ഇന്ന് തുടക്കണം ഒന്നുമില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ വൃത്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തുടക്കമൊന്നുമില്ല. എന്താണ് ചെയ്യാനുള്ളത് നോക്കിയിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്ത് വെക്കും. പക്ഷേ അടിക്കണതിൻ്റെ മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ചെയ്ത് വെക്കണം. എവിടെയെങ്കിലും മോശമായി കിടക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇലകളൊക്കെ ഒന്ന് പൊഴിഞ്ഞിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്താ പറയുക പ്ലാന്റിൻ്റെ ഒക്കെ. അപ്പോൾ ആ പ്ലാന്റ് ഒന്ന് മാറ്റി കൊടുക്കാനുണ്ട്. എനിക്ക് തുടക്കണതിനെക്കാട്ടിലും മെയിനാണ് ഈ അടിക്കണതിൻ്റെ മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഒരേ ജോലി തന്നെ നടുവിലൂടെ അല്ലെങ്കിൽ നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടച്ച് ദിവസം പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട് അങ്ങനെ വൃത്തി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മുക്കും മൂലയും എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗവും നമ്മളെ കയ്യിൽ തന്നാണെങ്കിൽ ഇങ്ങനെ മാറി മാറി നമുക്ക് പണിയെടുക്കട്ടോ. ഇന്ന് നന്നാക്കിയിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വരികയാണെങ്കിൽ നാളെ തുടച്ച് അതേപോലെ നാളെ തുടക്കും ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് വീടൊരു വൃത്തിക്ക് ഇരിക്കുക എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുള്ളത് എങ്ങനെയൊക്കെ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ദിവസം ഓരോ പണിക്കായിട്ട് കാണുക. അപ്പോഴാണ് നമ്മൾ എല്ലാ ഭാഗത്തും നമുക്ക് ടയേർഡില്ലാതെ ജോലി എടുത്തിട്ട് ക്ലീൻ ആക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ അടിച്ചു വാരി ഞാൻ ആ പ്ലാന്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വൈറ്റ് പോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ വണ്ടി ഇല്ലാത്ത കാരണം കൊണ്ട് ബസ്സിലാണ് ഇപ്പോൾ യാത്രകളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വണ്ടി നിൽക്കുക വന്നിട്ട് വേണം എടുക്കാൻ. അപ്പോൾ വണ്ടി ഉണ്ടെങ്കിലാണ് ഞാനിങ്ങനെ സൈഡ്
റോഡ് സൈഡിലൊക്കെ വണ്ടി നിർത്തിയിട്ട് നമ്മളിങ്ങനെ പോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ ബസ്സായ കാരണം കൊണ്ട് അതിന് പറ്റുന്നില്ല. ഇൻഷാ അള്ളാ ഇനി ഒരു വൈറ്റ് പോട്ട് വാങ്ങണം. അങ്ങനെ വെക്കുമ്പോൾ നമ്മളെ പ്ലാന്റ് സ്റ്റാൻഡ് ഒന്നും കൂടി ഒരു ഭംഗിയായിട്ട് തോന്നും. അങ്ങനെ നമ്മളൊരു കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു ഇൻഷാ അള്ളാ വാങ്ങണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഊരിയെടുക്കുന്നുണ്ട്. മല്ലിയൊക്കെ നമ്മൾ വറക്കുമ്പോൾ അതിൽ കറിവേപ്പില പിന്നെ പെരുംജീരകം ഉലുവ ഒക്കെ ഇട്ടിട്ടാണല്ലോ വറുത്തിട്ട് പൊടിക്കൽ. അപ്പോഴാണ് നമ്മളെ മല്ലിപ്പൊടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലേ. നല്ല മസാലപ്പൊടി നല്ല മണവും ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതൊക്കെ നമ്മൾ ചേർത്തിട്ട് വറുത്തെടുത്തിട്ട് പൊടിക്കുമ്പോഴാണ്. നമ്മൾ കടയത്തെ മല്ലിയൊന്നും ഞാൻ തീരെ യൂസ് ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഇക്കും അങ്ങനെ ഇഷ്ടമല്ല, ഇക്കാക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇക്കാക്ക് ഞാൻ കൊടുത്തയക്കലാണ്. അപ്പോൾ ഞാനൊരു കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് കൊടുത്തേക്കാനാണ്. അപ്പോൾ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 100 പെരുംജീരകം ഉണ്ടാവും, അത് 100 മില്ലിഗ്രാം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 50 മില്ലിഗ്രാം നമ്മൾ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വറുത്ത് കൊടുക്കണം. അപ്പോൾ ഈ പെരുംജീരകം കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഉലുവ ചേർത്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വറക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഉലുവ എടുത്തതിൻ്റെ പകുതി എടുത്താൽ മതി. സിമ്മിലിട്ടിട്ട് വേണം നമ്മളിതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ വറക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമല്ലോ, നല്ല സ്മെല്ല് വരും. നമ്മൾ ഈ മല്ലി വറക്കുമ്പോൾ നല്ല സ്മെല്ലാണല്ലോ. അപ്പോൾ അതേമാതിരി സ്മെല്ലും കാര്യങ്ങളൊക്കെ വരണം. പിന്നെ ഒരു ചെറിയ സ്പൂൺ ഞാൻ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ മല്ലിപ്പൊടിയിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ കിട്ടും, അതിനാണ്. അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഇങ്ങനെ സിമ്മിലിട്ടിട്ട് തന്നെ ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ വരട്ടെ. അപ്പോൾ ഈ കറിവേപ്പിലൊക്കെ നല്ലൊന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് പൊടിഞ്ഞു വരുന്ന വരെ നമുക്കിതിങ്ങനെ ഇനി ഇളക്കി കൊടുക്കാം. അപ്പോൾ സിമ്മിലിട്ടാവുമ്പോൾ കരിയൊന്നുമില്ല, നല്ല സ്മെല്ലും ഒക്കെ വരും. ഇതെല്ലാം കൂടി ഇങ്ങനെ വറുത്തിട്ട് ഞാൻ പൊടിച്ചിട്ട് ഇക്കാക്ക് കൊടുത്തയക്കാനാണ് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയാണ് സാധാരണ നമ്മൾ ഇക്ക പോകുമ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൊണ്ടുപോകും. ഇങ്ങനെ നമ്മൾ സാധാരണ മല്ലി വറുത്തിട്ട് ഇതൊക്കെ ഇട്ടുകാണ്ട് വറുക്കുമല്ലോ, അങ്ങനെ പൊടിപ്പിച്ചിട്ട് ഞാൻ ഒരു 3 കിലോ മല്ലി അല്ലെങ്കിൽ 2 കിലോനൊക്കെ ആയിട്ടൊക്കെ കൊണ്ടുപോകലുണ്ട്. ഇപ്രാവശ്യം കുറച്ചേ കൊണ്ടിട്ടുള്ളൂ കേട്ടോ, ഒരു കിലോനെ കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടി കഴിഞ്ഞിക്കണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ മല്ലിപ്പൊടി നമുക്ക് കൊടുത്തയക്കാനായിട്ട് ഇതുമില്ല. ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്, പക്ഷേ അത് കൂടുതൽ സാധനമൊന്നും കൊടുത്തയക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഈ മല്ലിപ്പൊടി കൊടുത്തയക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊരു 3 കിലോ മല്ലിയിലേക്കുള്ള അളവാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കൂടി ഇനി പൊടിച്ചിട്ട് ഇത് ഇങ്ങനെ കൊടുത്തയക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അവരവിടുന്ന് മല്ലി വാങ്ങിയിട്ട് അതിൽ ചേർത്തോളും. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് മല്ലി വറുക്കണ അല്ലെങ്കിൽ വറുത്തിട്ട് പൊടിക്കണതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം 2 ട്രിപ്പായിട്ട് ഞാനിങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത ഉടനെ തന്നെ നമ്മൾ പൊടിക്കരുത്. അപ്പോൾ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഇത് ഇനി കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അവർ എടുത്തിട്ട് ഇങ്ങനെ അവരെ മല്ലിപ്പൊടിയിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും നല്ല രുചിയൊക്കെ കിട്ടും. അപ്പോൾ അതിനാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. മറ്റേത് 3 കിലോനൊക്കെ നമ്മൾ കൊടുത്തയക്കുമ്പോൾ അത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാനവിടെ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കവറിലാക്കാം, പാക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിനി അടുത്തത് റംബുട്ടാൻ. ഇത് നമ്മളെ വീട്ടിലുണ്ടായ റംബുട്ടാൻ. അപ്പോൾ ഇത് ഞാൻ കുറേ അന്ന് പൊട്ടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചത് എന്നിട്ടാ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ നമ്മളെ വീട്ടിൽ നമ്മളെല്ലാവരും കഴിക്കണതല്ലോ. അപ്പോൾ ഇക്കാക്ക് കൊടുത്തേക്കാനായിട്ട് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഫ്രിഡ്ജിലാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഫ്രണ്ട് പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചല്ലേ, അപ്പോൾ അതിന് നനവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് എഴുതിയിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം. എന്നിട്ട് നമ്മളിനി കവറിലേക്ക് മാറ്റുന്നുണ്ട്. കൊണ്ടുപോകണ ഫ്രണ്ടിന് അവരതും ഉണ്ടാവുമല്ലോ സാധനങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞ് ഒക്കെ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ റംബുട്ടാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചെങ്കിലും റൂമിലുള്ളവർക്ക് കഴിക്കാനെങ്കിലും വേണ്ടതെന്ന് എഴുതിയിട്ട് ഉള്ളതങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിന്ന് ഈ പാക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി വൈകുന്നേരത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യവും മാഷാ അല്ലാ എനിക്ക് കൊടുത്തേക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോഴും ഇതേപോലെ ആരോ പോണുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച്
അന്ന് കുറച്ചേ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം നമുക്ക് 2 തൈമൽ കൂടി ഉണ്ടായതാണ്. അതുകൊണ്ടാണ് കുറച്ച് കൊടുത്തയക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ എല്ലാവർക്കും നമ്മൾ എത്തിച്ചിട്ടുണ്ട്, നമ്മളുള്ളതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷമല്ല, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് അങ്ങനെ പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ജോലികളോ നമ്മളെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ജോലി എടുക്കണം ആവുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ജോലികൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചൊരു പണിയാണ് നമ്മൾ എടുക്കുള്ളൂ കേട്ടോ. കുറേ ടയേർഡായിട്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് ആ എടുക്കണ പണി ഒരു എന്താ പറയുക, ഒരു ഇഷ്ടത്തോടു കൂടി എടുക്കാനൊന്നും പറ്റില്ല. എനിക്കങ്ങനെ തോന്നിട്ട് എന്ത് പണി എടുക്കുകയാണെങ്കിലും ഞാനത് നല്ല വൃത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ കുറേ പണി എടുക്കണതല്ല, എല്ലാതും കൂടി ഒരുമിച്ച് എടുക്കണതല്ല. അപ്പോൾ എടുക്കണ പണി വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പിന്നെ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അടിച്ചു വരുന്നത് നല്ല ഒതുക്കത്തോടു കൂടി അടിച്ചു വരി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ പിറ്റേ ദിവസം ഞാൻ നന്നായിട്ട് അത് തുടക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കല്ലിങ്കൽ നീർച്ചക്ക് പോയപ്പോൾ നമ്മളവിടെ മോതിരത്തിൻ്റെ മുകളിലൊക്കെ അങ്ങനെ പേരെഴുതുമല്ലോ, അതേപോലെ എഴുതിച്ച് തന്നിട്ടൊക്കെ എൻ്റെ കീമൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ വണ്ടീൻ്റെ കീമലിടാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു ഹാർട്ടിൻ്റെ ഉള്ളിൽ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയതായിരുന്നു. അപ്പോൾ അതും കൊടുത്തേക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് മറക്കുന്നു എഴുതിയിട്ടൊക്കെ ഒപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കൂടി കൊടുത്തേക്കുന്നുണ്ട്. ഇത് 1/2 കിലോ വീതേ ഉള്ളൂ. അപ്പോൾ ഇതിനി തൽക്കാലം അവർ ഉപയോഗിച്ചോട്ടെ എന്ന് എഴുതിയിട്ട് കഴിയുമ്പോൾ ഞാൻ കൊടുത്തയച്ച പൊടികൾ അത് ചേർത്തിട്ട് പിന്നെ അവിടുന്ന് മല്ലി വാങ്ങിക്കോളും. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിന് നമ്മൾ നോമ്പറക്കാൻ ഉണ്ടാക്കുന്നത് എന്താ പറയുക, എന്താണ് ചിക്കൻ കൊണ്ടാട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി 1.5 സ്പൂണ്, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാല, ഉപ്പിട്ടിട്ട് നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ടൊന്ന് കുഴച്ച് വെക്കുകയാണ് ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചതിൻ്റെ ശേഷം നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്തും നമ്മൾ ഉണ്ടാക്കണതിൻ്റെ മുന്നേ ചിക്കനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുഴച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ചിക്കനിൽ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിന്ന് ചിക്കൻ കൊണ്ടാട്ടും നൈസ് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചെമ്മീൻ കറി ഉണ്ട് നമ്മൾ ഉച്ചക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ കറിയും പത്തിരിയൊക്കെ മോൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു കൊണ്ടാട്ടം കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളിന്ന് പത്തിരിക്കുള്ള വെള്ളം എടുക്കാണ്ട്, അപ്പോൾ 2 പാത്രം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടുങ്ങാണ്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പത്തിരിക്ക് അങ്ങനെ അളവൊന്നുമില്ല, കുറച്ച് വെള്ളം അങ്ങോട്ട് വെക്കും. എന്നിട്ട് എനിക്ക് ഇങ്ങനെ പൊടി അങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് പൊടി എത്രയാണ് ആവശ്യമുള്ളത് അങ്ങനെ നോക്കിയിട്ട് കൊടുക്കലാണ്. പക്ഷേ നമ്മളൊരു 2 പാത്രം വെള്ളത്തിന് 1 പാത്രം പൊടി എടുത്താൽ മതി. അപ്പോൾ ഏകദേശം കറക്റ്റ് ആവുമായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ 2 പാത്രം വെള്ളം വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പൊടി കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാലോ എത്രത്തോളം പൊടി ആവശ്യം ഉണ്ടാവും എന്നുള്ളത്. ഇനി അഥവാ വെള്ളം കുറച്ച് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതെനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേശ്ശെ ആയിട്ടാണ് ഫസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ സിമ്മിലാക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പൊടിയൊക്കെ നന്നായിട്ട് വെള്ളം കറക്റ്റായിട്ട് ഇങ്ങനെ വെന്ത് വന്നാലാണ് നമ്മളെ പത്തിരി നന്നായിട്ട് വരുള്ളൂ കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു അളവ് കറക്റ്റായി കിട്ടണം. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്ത് പൊടിയൊക്കെ ഒന്ന് വേവിക്കണം നമ്മൾ. അങ്ങനെ പിന്നെ ഒന്ന് മൂടി വെക്കും. ഞാൻ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്നും കൂടി അതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫാക്കിയിടും. അങ്ങനെ കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പൊടി കൊട്ടി കൊടുക്കുക. കുറച്ചൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ചൂടാറരുത്, അതിൻ്റെ മുന്നേ തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് ഇങ്ങനെ ആവുള്ളൂ. പിന്നെ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതിങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ കുറേശ്ശെ കയ്യിൽ വെള്ളമാക്കി കൊടുക്കുക. വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം എടുക്കരുത്. നമ്മൾ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഞാൻ വെള്ളം കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ കുറേശ്ശെ കയ്യുമ്പോൾ വെള്ളമാക്കിയിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ പരത്തിയെടുക്കണം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പത്തിരിയൊക്കെ കുറച്ച് കൂടുതൽ ഇങ്ങനെ പരത്തിയിട്ട് വെച്ചാൽ നമുക്ക് 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട്
നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കട്ടോ. ഞാനങ്ങനെ ചെയ്യലുണ്ട്. നോമ്പിനാണ് നമ്മളങ്ങനെ കൂടുതൽ ചെയ്യൽ. അങ്ങനെ ഇതേതായാലും ഇത് മെനക്കെടുന്ന ഒരു പണിയാണല്ലോ. അപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കണ്ട് പരത്തി വെക്കലുണ്ട്. 2 ദിവസത്തിനൊക്കെ ആക്കിയിട്ട് വെക്കലുണ്ട്. അങ്ങനെ നമുക്ക് മെനക്കെടൊന്നുമില്ല കേട്ടോ. ഒരാളാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മൾ ഇത് പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുട്ടെടുക്കാൻ വേഗം സിമ്പിളാണല്ലേ. പിന്നെ എനിക്കിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചട്ടി വെച്ചെടുത്തിട്ട് ഒരുമിച്ച് ഞാനിങ്ങനെ പരത്തലും ചുടലും കൂടി ഒരുമിച്ച് ആക്കലുണ്ട്. അങ്ങനെ പത്തിരിപ്പണി അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ പത്തിരി ആകുമ്പോൾ എല്ലാവർക്കും നോമ്പാകുമ്പോൾ ഒരു ഇഷ്ടമാണല്ലോ. അതാണ് പത്തിരി തന്നെ ചുട്ടെടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ പരത്തലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വേഗം ഇനി ചുട്ടെടുക്കുന്നുണ്ട്. ചുടൽ തുടങ്ങിയപ്പോൾ മോള് ക്ലാസ്സൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ട് പിന്നെ എന്നോട് ഞാൻ ചുട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി അവൾക്ക് ചുടാൻ വേണ്ടി വെച്ചെടുത്തിട്ട് നമുക്ക് ഇനി കൊണ്ടോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ആ സോഫ്റ്റ്നെസ് കിട്ടട്ടെ നമ്മൾ ചിക്കനക്ക്. അങ്ങനെ ആ ഓയിൽ അതിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓയിൽ തന്നെ നമ്മൾ ഇതിലേക്ക് വേറൊരു പാനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു 2 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 20-25ഓളം ചെറിയ ഉള്ളിൻ്റെ ഇട്ടാ. അപ്പോൾ അത് കട്ടാക്കിയിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്തിപ്പിച്ചിട്ട് മൂക്കണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വലിയ 2 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. അത് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ ചെറിയുള്ളിയും വലിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്നിങ്ങനെ ചിക്കനിലിങ്ങനെ പെരണ്ടിരിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ ചിക്കൻ കൊണ്ടാട്ടത്തിന്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ വേഗം വഴന്ന് കിട്ടിക്കോളും. അങ്ങനെ നമ്മളിതങ്ങനെ വഴറ്റിയിട്ട് ഇങ്ങനെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ മോളവിടെ അങ്ങനെ പത്തിരി ചുട്ടെടുക്കണം കൂടിയുണ്ട്. അപ്പോൾ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പൊടികളൊക്കെ ചേർത്തെടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടി 2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരിനെ ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ചിക്കൻ മസാല, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി പൊടികൾ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ സമയത്തൊക്കെ നമ്മൾ സിമ്മിൽ തന്നെയാണ് ഇട്ട് വെക്കേണ്ടത്. പൊടികളങ്ങനെ ഉള്ളിലൊക്കെ അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരിക. അങ്ങനെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്നിങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. നന്നായിട്ട് തിളച്ച വെള്ളം അല്ലെങ്കിലും നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലത്. അങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. 1/2 ഗ്ലാസോളം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 2 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ആക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കനും കൂടി നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കൊണ്ടാട്ടം സെറ്റായിട്ടുണ്ട്. ചിക്കൻ കുറച്ച് ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഫ്രൈ ആക്കുകയാണ് നല്ലത്. അങ്ങനെ നമ്മൾ അങ്ങനെയാണ് കഴിക്കാനും പിന്നെ മസാലകൾ പിടിക്കാനും നല്ല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അങ്ങനെയാണ് കുറച്ച് നേരം വെച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ ഏതിൻ്റെ കൂടിയും ഈ ചിക്കൻ കൊണ്ടാട്ടം മാച്ചാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ള ഫുഡ് ഇതാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാത്രിയിലേക്ക് അങ്ങനെ വേറെ എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കണില്ല. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കിടക്കും. പിന്നെ ചോറൊന്നും കഴിക്കില്ല. പിന്നെ ചോറ് നമ്മൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയതും ഉണ്ട് ബാക്കി അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അത് ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് പാത്രങ്ങളൊന്നും എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇത് ഇക്കാൻ്റെ കമ്പനിയിൽ ഉണ്ടാക്കണതാട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ടൈല് പാത്രങ്ങൾ അല്ലെങ്കിൽ ബാത്റൂം ആക്സസറീസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഒക്കെ അങ്ങനെ കുറേശ്ശെ അങ്ങനെ കൊണ്ടുവരുന്നതാണ്. നമ്മൾ വീടൊക്കെ വെക്കണതിൻ്റെ മുന്നേ കുറേ മുന്നായിട്ട് കൊടുന്നിട്ട് പാത്രങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അന്നുള്ളതാണ്. ഞാനിതിങ്ങനെ എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ആളൊക്കെ വന്നപ്പോഴും പിന്നെ നമ്മൾ കുറച്ച് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴൊക്കെ കുറച്ച് കൂടുതൽ പാത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തുടച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൂക്ഷിച്ചിട്ട് എന്തും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ വർഷങ്ങളോളം നമുക്ക് എന്തും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അങ്ങനെ വിരുന്നുകാർക്ക് വീട്ടുകാർക്ക് എന്നിട്ട് പ്രത്യേകിച്ചൊരു പാത്രം എടുത്തക്കലൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാതും എടുത്തിട്ട് ഓരോ സെറ്റായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു ഭാഗം ഒന്ന് തുടച്ച് ക്ലീനാക്കിയിട്ട് പിന്നെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭാരം ഉണ്ടാവില്ല കേട്ടോ. ഒന്നിച്ചൊരു എടുത്ത് വെച്ചിട്ട് ഓരോ ഷെൽഫിലും നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് വെക്കുമ്പോൾ ആ ഭാഗം ഒന്ന് ക്ലീനാക്കിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്നിച്ചുള്ള ക്ലീനിങ്ങിൻ്റെ ആവശ്യം നമുക്ക് ഒരിക്കലും വരില്ല. അങ്ങനെയൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ അത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചിട്ട് നമ്മൾ ഒന്നും എടുത്ത് വെക്കലില്ല. പിന്നെ കിച്ചണിൽ എനിക്ക് സൗകര്യമില്ലാത്ത കാരണം കൊണ്ട് ഇവിടെ ഈ ഒരു ഇതിലാണ് ഞാൻ എല്ലാ പാത്രങ്ങളും എടുത്ത് വെക്കൽ. ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്ലേറ്റുകളും പാത്രങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറാമിക്കിൻ്റെ സാധനങ്ങൾ തന്നെയാണ്. ആറേക്കെ സെറാമിക്സിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പോൾ കേടൊന്നും ഇതുവരെയായിട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ കറകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല ഇതാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചിട്ടൊന്ന് ക്ലീൻ ആക്കിയിടുന്നുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ ഉള്ള ഓരോരോ ജോലികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുടക്കാനും കാര്യമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ചൊക്കെ പണികൾ ഇന്നുണ്ടായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് തരിക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്യുക. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. വാല്യുബിളായിട്ടുള്ള കമൻസുകൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.